Hello friends, Assalamualaikum. Welcome back to our channel. ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോയാണ്. എങ്ങോട്ടാ പോണേ? ഒമാനിലെ ഏറ്റവും വലിയ മാളായ മാൾ ഓഫ് മസ്കറ്റ് അല്ല, മാൾ ഓഫ് ഒമാനിലോട്ടാണ് പോകുന്നത്. രണ്ട് മാളുണ്ട്, മാൾ ഓഫ് മസ്കറ്റ് ഉണ്ട്, പിന്നെ മാൾ ഓഫ് ഒമാൻ. മാൾ ഓഫ് ഒമാനാണ് ഒമാനിലെ ഏറ്റവും വലിയ മാള്. അപ്പൊ അവിടെ കുറെ കാഴ്ചകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഡൈനോസർ പാർക്ക്, ഡൈനോസറിന്റെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചു. പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒമാനിലെ ഏറ്റവും വലിയ മാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, മസ്കറ്റ് ഏരിയയിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് ഈ ഒരു മാള്. പക്ഷെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ഈ മാളിപ്പോൾ ആകെ 3 മാസമായിട്ടുള്ളൂ കേട്ടോ ഓപ്പൺ ആയിട്ട്. 2014 ഇതിൻ്റെ പണി ആരംഭിച്ചാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ 2021 സെപ്റ്റംബറിലാണ് 1-ാം തീയതിയാണെന്ന് തോന്നുന്നു ഓപ്പൺ ആയത്. ഇത്രയും വർഷങ്ങൾ എടുത്തിട്ടാട്ടോ ഇതിന്റെ പണി കഴിഞ്ഞത്. അതനുസരിച്ച് കാണാനുണ്ട് കേട്ടോ. നമ്മൾ അതിന് ഫ്രണ്ടിലൂടെ പോകുമ്പോൾ തന്നെ നല്ല നീളത്തിലാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുകയും ചെയ്യും, ഇപ്പൊ മാളിൽ പോകുകയാണെങ്കിൽ രാവിലെ പോയിട്ട് രാത്രി ആകുമ്പോൾ ഇറങ്ങാൻ പറ്റുള്ളൂ. ഫുള്ളൊന്ന് കണ്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ അത്ര അധികം ഉണ്ട് കേട്ടോ. കാണാനുണ്ട്. ഞങ്ങളിപ്പോൾ പോയപ്പോൾ തന്നെ അധികമൊന്നും കാണാനും പറ്റിയില്ല. ഞങ്ങൾ ഒരു 10 മണി നേരത്തൊക്കെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും മാൾ അടക്കുമല്ലോ. ഞങ്ങൾ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് കേട്ടോ. രാത്രി ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തായാലും മാൾ ഓഫ് ഒമാനിൽ പോകാമെന്ന് വിചാരിച്ചു. ഇക്കാർക്ക് അവിടെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ്. അതാണ് 10 മണിയൊക്കെ ആയപ്പോഴേക്കും പോയത്. ശരിക്കും പോവുകയാണെങ്കിൽ രാവിലെ തന്നെ പോകണം. രാവിലെ പോവുകയാണെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും കണ്ടു തീർക്കുക. അത്രയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാർക്കിങ്ങിലോട്ടാണ് കേട്ടോ. പാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു ലോകം തന്നെയാണ് കേട്ടോ. അത്രയധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും. നല്ലോണം സ്പേസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഓടിക്കളിക്കാൻ വേണമെങ്കിൽ അതുപോലെ സ്ഥലമുണ്ട്. നല്ല വലിപ്പമുണ്ട് കേട്ടോ പാർക്കിങ്. പിന്നെ മാളിലോട്ട് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ 2 ഡോസ് വാക്സിൻ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. നിർബന്ധമായിട്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ അവര്. ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും 2 ഡോസ് വാക്സിൻ എടുത്തേ പറ്റൂ കേട്ടോ. ഏതാ ലൈറ്റിങ്ങാ? പ്ലാസ്റ്റിക്കുകൾ മസ്കറ്റ് ഫാർമസി. ഓരോ ഫാർമസി പറയുന്നുണ്ട്. പക്ഷെ കോസ്മെറ്റിക്സ് വാ ഇത് പെട്ടെന്ന് നോക്കുമ്പോ അവിടുന്ന് എനിക്ക് നല്ല ഇഷ്ടമായി അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതായിട്ട്. നല്ല ഭംഗിയുണ്ടായി കാണാനായിട്ട്. പിന്നെ നമ്മളവിടെ ഡൈനോസർ ഷോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയത്. പക്ഷെ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. ആകെ 2 മാസം എന്തോ ഉണ്ടായിരുന്നുള്ളൂ അത്. പിന്നെ ഇപ്പോൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വിന്റർ വില്ലേജ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് കേട്ടോ. ആ ഡൈനോസർ വേൾഡ് ഉണ്ടായ ഭാഗത്ത് വിന്റർ വില്ലേജ് എന്ന് പറഞ്ഞൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിന്ററൊക്കെ ആയതുകൊണ്ട് അവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഏരിയ അതിന് കൊടുത്തേക്കാണ്. അതായത് വേറെ ഒന്നുമല്ല, കുട്ടികൾക്കൊന്ന് കളിക്കാനായിട്ടൊക്കെ ഒരു ചെറിയൊരു ഏരിയ. അതായത് മെയിനായിട്ടും കളറിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ചെറിയ ഏരിയ ഈ കാണുന്നത് കേട്ടോ വിന്റർ വില്ലേജ് എന്ന് പറയുന്നത്. താഴെ കാണുന്നത്. ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ കയറിയില്ല കേട്ടോ വിന്റർ വില്ലേജിലോട്ട്. പിന്നെ കുറേ ഫുഡിൻ്റെ കുറച്ച് ഷോപ്പുകളൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മുകളിൽ നിന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ, ആ ഒരു ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ തിരക്ക് കുറവായിരുന്നു കേട്ടോ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ, രാത്രി ആയതുകൊണ്ട് തന്നെ. ഞങ്ങൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കുറച്ച് നേരം ചുറ്റിക്കറങ്ങി കേട്ടോ. നല്ല വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ ഇവിടെ. നമുക്ക് എവിടേക്ക് പോകണമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കും.
പിന്നെ അത് മാത്രമല്ല ഇവിടെ വോക്സ് സിനിമാസൊക്കെ ഉണ്ട്. വോക്സ് സിനിമാസിൽ 15 സ്ക്രീൻ ഉണ്ട് കേട്ടോ. അവിടെ മാക്സ്, സെൻറ്റർ പോയിന്റ് എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളൊന്ന് മാക്സിലൊന്ന് കയറി ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി കേട്ടോ അവിടെ കയറിയിട്ട്. പിന്നെ ഞങ്ങൾ കാരിഫോറിൽ കയറി. കാരിഫോറിൽ അപ്പോൾ ഓഫർ ഉണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. ഇവിടെ ഇക്കാക്കയും ഫൈസൽക്കയും ഓരോ ടീഷർട്ട് വീട് എടുത്തു കേട്ടോ. ഒരുപോലത്തെ ടീഷർട്ടായിട്ട് എടുത്തത് രണ്ടാളും. ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് കാരിഫോറിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോഴായിട്ട് ഞങ്ങൾ മുകളിലോട്ട് കയറാൻ നോക്കിയപ്പോൾ എസ്കലേറ്റർ വർക്കിംഗ് അല്ല കേട്ടോ. വർക്കിംഗ് അല്ലാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ക്ലോസിങ് ടൈം ആയതുകൊണ്ട് വേണമെങ്കിൽ അവർ ഓഫ് ചെയ്തിട്ടതായിരിക്കാം. ആദ്യമായിട്ടോ എസ്കലേറ്ററിൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറണ പോലെ ഇങ്ങനെ പോകുന്നത്. മുകളിലാണ് കേട്ടോ ഹോം സെന്റർ ഒക്കെ ഉള്ളത്. ഹോം സെന്റർ ഓഫറൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോം സെന്റർ ഉള്ളിൽ കയറുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനെ നമ്മുടെ വീട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോ കേട്ടോ നമ്മൾ ബർഗറും പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ അതിന്റെ രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് കേട്ടോ. നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ഫൈസൽക്ക അത് വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണ ഇതിൽ നിൽക്കാൻ കേട്ടോ, കഴിക്കണ പോലെ. അപ്പോൾ പഞ്ചൂസും കിടന്ന് വെച്ചെടുക്കാണ്ട് എനിക്കും എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ പിന്നെ ഐസ്ക്രീമും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ പിള്ളേരെങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ കുറേ ഷോപ്പുകൾ ഓപ്പൺ അല്ല കേട്ടോ. കുറേ ക്ലോസ്ഡ് ആണ്. ഇനിയും കുറേ ഓപ്പൺ ആവാനുണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 350ഓളം സ്റ്റോഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ കുറേ ഒന്നും ഓപ്പൺ അല്ല. ഇപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ചിലത് ഇങ്ങനെ ഓപ്പണായി വരികയാണ് കേട്ടോ. പിന്നെ ഇന്റീരിയർ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് പറയാണ്ട് പറ്റില്ല കേട്ടോ. അതുപോലെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. റൂഫൊക്കെ നല്ല ഭംഗിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തേക്കണത് എല്ലാ ഭാഗത്തും. ഇത് നല്ല രസമില്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് പറയുന്നത് ഇവിടുത്തെ ഇന്റീരിയർ വർക്ക്സ് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കുറേ കഫേ ഒക്കെ ഉണ്ട് കേട്ടോ. അതും നമ്മുടെ നാട്ടിലെ പെട്ടിയോട്ടമൊക്കെ അതിലൊക്കെ സെറ്റ് ചെയ്ത പോലെ, അതുപോലെ നമ്മുടെ പണ്ടത്തെ ഒരു ചായക്കടയൊക്കെ ഇല്ല, പക്ഷെ അങ്ങനെയല്ല. വലിയ കഫേയൊക്കെയാണ്, പക്ഷെ എന്നാൽ പോലും നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അതുപോലെ കുറേ ഏരിയകളിലുണ്ട് കേട്ടോ. ഇതൊരു സ്ഥലം മാത്രം, ഇതുപോലെ കുറേ ഏരിയകളുണ്ട് കേട്ടോ അങ്ങനെ. പിന്നെ ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ മുകളിലായിട്ട്. നല്ല വലുപ്പമുള്ള വലിയ ഫുഡ് കോർട്ടാണ്. പിന്നെ മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അവിടേക്ക് ഒന്നും ഞങ്ങൾ പോയില്ല അധികം. ഒന്നാമത് നേരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ഇറങ്ങി. മെയിനായിട്ട് ഞങ്ങൾ ഡൈനോസർ ഷോ ഒക്കെ ഉണ്ടല്ലോ, അപ്പം പഞ്ചൂസിന് അതൊരു എന്റർടൈൻമെന്റ് ആവും എന്നൊക്കെ വെച്ചിട്ടാണ് വന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അത് ഇല്ലിപ്പോന്ന്. അപ്പം അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് പോയി. അപ്പോൾ പാർക്കിങ്ങിലോട്ട് പോയപ്പോഴാണ് അവിടെ ഒരു സ്ഥലം കണ്ടത്. വീൽ ചെയർ ചെയ്യാനുള്ള ഒരു സ്ഥലം കേട്ടോ. വീൽ ചെയർ വേണ്ടവർക്ക് വീൽ ചെയർ പിക്ക് ചെയ്യാനുള്ള ഏരിയ കണ്ടു കേട്ടോ അവിടെ. ഞങ്ങളപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഗ്രാൻഡ് മോസ്കിന്റെ ആ വഴിയാണ് പോയത്.
ഗ്രാൻഡ് മോസ്കിൻ്റെ ആ ഒരു രാത്രി വ്യൂ ആണ് കേട്ടോ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ ക്യാമറയിൽ എന്തോ ഒരു ഭംഗി കാണുന്നില്ല. നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത്, ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ക്യാമറയിൽ ഒട്ടും കിട്ടുന്നില്ല കേട്ടോ. ഇതുപോലെ വൈറ്റ് കളറൊന്നും അല്ല, ഒരു യെല്ലോ കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ലൈറ്റിംഗ് ഒക്കെ കേട്ടോ പള്ളിയുടെ. ആരതാടാ? തട അല്ല കട. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് ചായ കുടിച്ചു. ഈ ഒരു ഏരിയയൊക്കെ ഇക്കാക്ക് നല്ല പരിചയമാണ് കേട്ടോ. കാരണം ഇക്കാക്ക കുറേ മുൻപ് വർക്ക് ചെയ്തിരുന്നത്, അമറാത്തിലൊക്കെ വരുന്നതിന് മുൻപ് വർക്ക് ചെയ്തിരുന്നത് ഈ ഒരു മസ്കറ്റ് ഏരിയയിലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇക്കാക്കാക്ക് ഇവിടുത്തെ ഷോപ്പുകളും ഒക്കെ അറിയാം കേട്ടോ. ഇവിടെ നിന്നൊക്കെ അവർ ചായയൊക്കെ സ്ഥിരം കുടിക്കാറുള്ളതാണ്. ഷവർമയും മേടിച്ചു. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊന്ന് പോകുമ്പോൾ എപ്പോഴും മേടിക്കുന്ന ഒരു സംഭവമാണ് ഷവർമ എന്ന് പറയുന്നത്. പിന്നെ കൂടെ കറക്റ്റിയും അത് നിർബന്ധമാണ് കേട്ടോ. ഞങ്ങൾക്ക് എപ്പോഴും മേടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും പോവാമെന്ന് വിചാരിച്ചു വീട്ടിലോട്ട്. ഇനിയിപ്പോൾ വേറെ എവിടെയും കയറിയൊന്നുമില്ല. അതിനിടെ ഒരു ഷോപ്പിൽ കയറിയിരുന്നു. ഷൂ ഒന്ന് മേടിക്കാനുണ്ടായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ ഒരു ഷോപ്പിൽ ഞാൻ സ്ഥിരം കയറുന്ന ഒരു ഷോപ്പുണ്ട്, ഒരു ഗിഫ്റ്റ് സെൻ്ററാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറിയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ അറിയുള്ളൂ. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്, അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എത്തുള്ളൂ. അപ്പോൾ ഇനിയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.